അമേരിക്കൻ ഐക്യനാടുകളുടെ നാവിക കരുത്തിന്റെ പ്രതീകമായ ഭീമൻ വിമാനവാഹിനി കപ്പലുകളും അവയെ നേരിടാൻ ഇറാൻ രൂപപ്പെടുത്തിയെടുത്ത അസാമ യുദ്ധതന്ത്രങ്ങളും തമ്മിലുള്ള പോരാട്ടം ആധുനിക സൈനിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായമാണ്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഒരു ചെറിയ രാജ്യത്തിന്റെ അത്രയും യുദ്ധശേഷിയുള്ള വിമാനവാഹിനി കപ്പലുകളെ വെറും ഡ്രോണുകളും സ്പീഡ് ബോട്ടുകളും കൊണ്ട് നേരിടാമെന്ന ഇറാന്റെ ദർശനം ആഗോള പ്രതിരോധ വിദഗ്ധരെ പോലും അമ്പരപ്പിക്കുന്നതാണ്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ കേവലം കപ്പലുകളല്ല, മറിച്ച് US വിദേശ നയത്തിന്റെ തന്നെ ചലിക്കുന്ന ഉപകരണങ്ങളാണ്. USS എബ്രഹാം ലിങ്കൺ അല്ലെങ്കിൽ USS ജെറാൾഡ് ഫോർഡ് പോലുള്ള സൂപ്പർ കരിയർ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അമേരിക്കയുടെ സൈനിക ആധിപത്യം അവിടെ ഉറപ്പിക്കപ്പെടുന്നു. 100-ലധികം യുദ്ധവിമാനങ്ങളെ വഹിക്കാനുള്ള ശേഷി, അത്യാധുനിക ഈജിസ് മിസൈൽ പ്രതിരോധ കവചം, ലോകത്തിന്റെ ഏത് കോണിലും നിരീക്ഷണം നടത്താൻ കഴിയുന്ന റഡാറുകൾ എന്നിവ ഇവയെ ഒരു കോട്ടയ്ക്ക് സമാനമാക്കുന്നു. ഒരു വിമാനവാഹിനി കപ്പൽ തനിയല്ല സഞ്ചരിക്കുന്നത്. അതിനു ചുറ്റും ക്രൂയിസറുകളും ആണവ സബ്മൈനറുകളും എന്നിവയുടെ ഒരു വലിയ സുരക്ഷാ വലയം തന്നെ ഉണ്ടാകും. ഇതിനെ ഭേദിക്കുക എന്നത് ഏതൊരു ആധുനിക സേനയ്ക്കും അസാധ്യമായ കാര്യമാണ്. അമേരിക്കയെ തോൽപ്പിക്കാൻ അമേരിക്കയെ പോലെ ആകേണ്ടതില്ല എന്ന തിരിച്ചറിവാണ് ഇറാന്റെ കരുത്ത്. US-നെ പോലെ ഭീമൻ കപ്പലുകൾ നിർമ്മിക്കാൻ ശ്രമിക്കാതെയുള്ള ആയുധങ്ങൾ കൊണ്ട് ശത്രുവിന്റെ ബലഹീനതകളെ ആക്രമിക്കുക എന്നതാണ് ഇറാന്റെ രീതി. ഇതിനെയാണ് അസമ യുദ്ധം എന്ന് വിളിക്കുന്നത്. ഒരു സൂപ്പർ കരിയർ നിർമ്മിക്കാൻ $13 ബില്യൺ ചിലവാക്കുമ്പോൾ അതിനെ തകർക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്കും മിസൈലുകൾക്കും ഏതാനും ലക്ഷം ഡോളറുകൾ മാത്രമേ ചിലവാകുന്നുള്ളൂ. ഈ സാമ്പത്തിക അസമത്വം ഇറാൻ അനുകൂലമാണ്. ശത്രുവിന്റെ വലിയ ആസ്തികളെ വലിയ ബാധ്യതകളാക്കി മാറ്റുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണ വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രം ഇറാന് വലിയ മുൻതൂക്കം നൽകുന്നു. കടലിടുക്കിന്റെ വീതി കുറഞ്ഞ ഭാഗം വെറും 34 കിലോമീറ്റർ മാത്രമാണ്. ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് കൂറ്റൻ കപ്പലുകൾക്ക് വേഗത്തിൽ ദിശ മാറ്റാനോ ഒളിപ്പിച്ചു നിർത്താനോ കഴിയില്ല. ഇത് അവയെ ഇരിക്കുന്ന ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നു. ഹോർമുസിന്റെ വടക്കൻ പ്രദേശം പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. തീരത്തുടനീളം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മിസൈൽ ലോഞ്ചറുകൾക്ക് ഏത് നിമിഷവും കപ്പലുകൾക്ക് നേരെ പ്രഹരമേൽപ്പിക്കാൻ കഴിയും. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് വികസിപ്പിച്ചെടുത്ത ഏറ്റവും മാരകമായ തന്ത്രമാണ് കൂട്ടമായുള്ള ബോട്ട് ആക്രമണം. ഒരൊറ്റ വിമാനവാഹിനി കപ്പലിനെതിരെ നൂറുകണക്കിന് സ്പീഡ് ബോട്ടുകൾ ഒരേ സമയം വിവിധ ദിശകളിൽ നിന്ന് ഇരച്ചെത്തുന്നു. കപ്പലിന്റെ ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വലിയ മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്തവയാണ്. എന്നാൽ ഒരേ സമയം നൂറുകണക്കിന് ചെറിയ ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും ഇവയുടെ കമ്പ്യൂട്ടറുകൾക്ക് പരിമിതിയുണ്ട്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ടുകൾ കപ്പലിലേക്ക് ഇടിച്ചു കയറ്റുന്ന രീതിയിൽ ഇറാൻ പരീക്ഷിക്കുന്നുണ്ട്. ഈ കപ്പലിന്റെ ഹാളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ മതിയായതാണ്. യുക്രൈൻ യുദ്ധത്തിലുടനീളം ലോകം കണ്ട ഇറാന്റെ ഡ്രോൺ കരുത്ത് അമേരിക്കൻ നാവികസേനയ്ക്കും തലവേദനയാണ്. വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഈ ഡ്രോണുകളെ കൂട്ടമായി വിന്യസിക്കുന്നതിലൂടെ കപ്പലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ക്ഷീണിപ്പിക്കാൻ കഴിയും. ഒരു ഡ്രോണിനെ വെടിവെച്ചിടാൻ അമേരിക്ക ഉപയോഗിക്കുന്ന മിസൈലിന് ആ ഡ്രോണിന്റെ 10 ഇരട്ടി വിലയുണ്ടാകും. ഇങ്ങനെ മിസൈലുകൾ തീർക്കുന്നതിലൂടെ കപ്പലിന്റെ പ്രതിരോധം തകർക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം. കടലിന്റെ ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇറാൻ വികസിപ്പിച്ചെടുത്ത ഗരേജ് ഫാൻസ് പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾക്ക് 300 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുണ്ട്. അടുത്തിടെ ഇറാൻ പുറത്തിറക്കിയ ഈ മിസൈൽ പ്രതിരോധ വിദഗ്ധരെ ആശങ്കയിലാക്കുന്നു. ശബ്ദത്തെക്കാൾ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാൻ നിലവിൽ അമേരിക്കയുടെ പക്കൽ പോലും പൂർണ്ണമായ സംവിധാനങ്ങളില്ല. ഇവയുടെ പ്രവചനാതീതമായ സഞ്ചാരപാതം പ്രതിരോധത്തെ അസാധ്യമാക്കുന്നു. പേർഷ്യൻ ഗൾഫിലെ ആഴം കുറഞ്ഞ വെള്ളത്തിൽ പ്രവർത്തിക്കാൻ ഇറാൻ ഗാദിർ ഗ്ലാസ് പോലുള്ള ചെറിയ സബ്മറൈനുകൾ ഉപയോഗിക്കുന്നു. ഇത് സോണാർ ഉപയോഗിച്ച് കണ്ടെത്താമെങ്കിലും ചെറിയ ഇവ ശബ്ദ കോലാഹലങ്ങൾ നിറഞ്ഞ തീരദേശത്തേക്ക് ഒളിഞ്ഞിരിക്കാൻ മിടുക്കനാണ്. ഇവ തൊടുക്കുന്ന ടോർപിഡോക്കർ കപ്പലുകൾക്ക് മാരകമായ നാശനഷ്ടമുണ്ടാകും. വളരെ പഴക്കമുള്ള സാങ്കേതികവിദ്യയാണെങ്കിലും മൈനുകൾ ഇന്നും വിനാശകാരിയാണ്. ഹോർമുസ് കടലിടുക്കിൽ ആയിരക്കണക്കിന് മൈനുകൾ വിന്യസിച്ചാൽ പേർഷ്യൻ ഗൾഫിലേക്കുള്ള പ്രവേശനം തന്നെ അമേരിക്കയ്ക്ക് മാസങ്ങളോളം നിഷേധിക്കാൻ ഇറാന് സാധിക്കും. ഇറാന്റെ തന്ത്രത്തിന് പിന്നിൽ വ്യക്തമായ ഒരു കണക്കുകൂട്ടലുണ്ട്. അമേരിക്ക തങ്ങളുടെ അതിവിലയേറിയ വിമാനവാഹിനി കപ്പലുകളെയും അതിലുള്ള 5000-ഓളം സൈനികരെയും ഒരു വലിയ അപകടത്തിലേക്ക് തള്ളിവിടാൻ മടിക്കുന്നുവെന്ന് ഇറാൻ കരുതുന്നു. ഒരൊറ്റ കപ്പൽ തകരുന്നത് പോലും അമേരിക്കൻ രാഷ്ട്രീയത്തിലും ജനങ്ങൾക്കിടയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ ഭയത്തെയാണ് ഇറാൻ തങ്ങളുടെ ആയുധമായി ഉപയോഗിക്കുന്നത്. അമേരിക്കയുടെ സൈനിക ശക്തി ആഗോളതലത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നാണെങ്കിലും പേർഷ്യൻ ഗൾഫ് എന്ന യുദ്ധക്കളത്തിൽ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് ഒരു വലിയ കെണിയാണ്. കൂറ്റൻ വിമാനവാഹിനി കപ്പലുകൾക്ക് ആധുനിക യുദ്ധമുഖത്ത് പഴയതുപോലെ സുരക്ഷയില്ലെന്ന് ഇറാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നു. വലിയ ആയുധങ്ങൾക്കല്ല, മറിച്ച് ഭൂപ്രകൃതിയും ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ശരിയായ തന്ത്രത്തിനാണ് വിജയിക്കാൻ കഴിയുക എന്ന ഇറാന്റെ യുദ്ധ ദർശനം ലോകത്തെ വൻ ശക്തികൾക്ക് ഒരുപോലെ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ യുദ്ധതന്ത്രങ്ങൾ ഭാവിയിലെ നാവിക യുദ്ധങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നതും ഉറപ്പാണ്.